നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് കൃത്യമായി നൽകുന്നില്ലെന്ന് ആരോപിച്ച് LDF നടത്തറ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പീച്ചിയിൽ ഓണാഘോഷം. പാണഞ്ചേരി പഞ്ചായത്തിൽ സംഘാടക സമിതി യോഗം ചേർന്നു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഇല്ലം നിറ, ആനയൂട്ട് എന്നിവ നടന്നു. വാർത്തകൾ വിശദമായി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ തഹസിൽദാർമാർ, ഡെപ്യൂട്ടി കളക്ടർമാർ എന്നിവരുടെ അടിയന്തര യോഗം ചേർന്ന് പ്രധാന തീരുമാനങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ തഹസിൽദാർമാർ നേരിട്ട് പരിശോധിച്ച് ആളുകളെ ഉടനടി സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറ്റിപ്പാർപ്പിക്കും. നദികളിലെയും പുഴകളിലെയും ജലാശയങ്ങളിലെയും ജലനിരപ്പ് 24 മണിക്കൂറും നിരീക്ഷിക്കണം. അടിയന്തര ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി റവന്യൂ ഉദ്യോഗസ്ഥരും ഹെഡ്ക്വാർട്ടേഴ്സിൽ തുടരണം. അനുമതിയില്ലാതെ ആസ്ഥാനം വിട്ടു പോകരുത്. ദേശീയപാതയിലെ ഗതാഗത തടസ്സവും വെള്ളക്കെട്ടും ഒഴിവാക്കാൻ കൂടുതൽ ഹൈ പവർ പമ്പുകൾ സ്ഥാപിക്കാനും ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. തൃശൂർ ജില്ലയിൽ അതിശക്ത മഴയ്ക്കും കാറ്റിനും സാധ്യത പ്രവചിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി OJ ജനീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ അടിയന്തരമായി ഒഴിപ്പിക്കാനും തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാനും കളക്ടർ നിർദ്ദേശം നൽകി. ഓഗസ്റ്റ് കഴിയുന്നതുവരെ പെരിങ്ങൽകുത്ത് അണക്കെട്ടിലെ ഗേറ്റുകളുടെ നിലവിലുള്ള സ്ഥിതി തുടരാനും ജലനിരപ്പ് പരിശോധിച്ച് സ്ലൂയിസ് ഗേറ്റുകൾ തുറന്നുവയ്ക്കാനും തീരുമാനിച്ചു. തീരദേശത്ത് കടലാക്രമണ ഭീഷണി ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ഫിഷറീസ് വകുപ്പും കോസ്റ്റ് ഗാർഡും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ബോട്ടുകളും സജ്ജമാക്കിയിട്ടുണ്ട്. കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചുവെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ആരോഗ്യവകുപ്പ് മെഡിക്കൽ ഓഫീസർമാരുടെ യോഗം വിളിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം അറിയിച്ചു. ക്യാമ്പുകളിൽ വൈദ്യസഹായം ഉൾപ്പെടെ സൗകര്യങ്ങൾ ഉറപ്പാക്കി. പോലീസ്, ഫയർഫോഴ്സ് വിഭാഗങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ NDRFന്റെ 26 അംഗ പ്ലാറ്റൂണും സജ്ജമാണ്. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സന്ദീപ്, അസിസ്റ്റന്റ് കളക്ടർ AC പ്രീതി, ദുരന്ത നിവാരണം വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ KS നസിയ എന്നിവരും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. പുത്തൂർ കല്ലുംകുന്നിലെ വീട് അപകടാവസ്ഥയിൽ. ശക്തമായ മഴയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് വടക്കൻ രാമകൃഷ്ണൻ ദമ്പതികളുടെ മകൾ സരിതയുടെയും പുത്തൂർ കല്ലുംകുന്നിലെ വീട് അപകടാവസ്ഥയിലായി. പുതുതായി നിർമ്മിച്ച 2 നില വീടിന്റെ സംരക്ഷണ ഭിത്തി മഴക്കെടുതിയിൽ പൂർണ്ണമായും തകർന്നു. വീടിന് വിള്ളലുകൾ ഉണ്ടായി. താമസക്കാർക്ക് കടുത്ത ആശങ്കയുണ്ടായിരിക്കുന്നു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ KV സജു, PS അഖിൽ, സേതുമാധവൻ എന്നിവരടങ്ങിയ ജനപ്രതിനിധികൾ, വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നേരിൽ വിലയിരുത്തി. വീട് കൂടുതൽ അപകടാവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജാക്യു ഉപയോഗിച്ച് താങ്ങി നിർത്താനുള്ള അടിയന്തര പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വീടിന്റെ സുരക്ഷ ഉറപ്പാക്കാനും താമസക്കാർക്ക് ആവശ്യമായ സഹായം നൽകാനും നടപടി സ്വീകരിക്കുമെന്ന് ജനപ്രതിനിധികൾ അറിയിച്ചു. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് കൃത്യമായി നൽകുന്നില്ലെന്ന് ആരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ നടത്തറ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പോലൂക്കരയിൽ നിന്ന് പ്രകടനമായി ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം സമാപിച്ചു. തുടർന്ന് പ്രതിഷേധ യോഗം CPI ഒല്ലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി വിഭാഗത്തിനായി നീക്കിവെച്ച 7 കോടി രൂപയിൽ 4 കോടിയും പ്ലാൻ ഫണ്ടിൽ നിന്ന് 2,32,00,000 കുറവുണ്ടായിട്ടുണ്ടെന്ന് LDF ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ
ദൈനംദിന ഓഫീസ് പ്രവർത്തനങ്ങൾക്കും ജീവനക്കാരുടെ ശമ്പളത്തിനും പോലും പണം മുടങ്ങുന്ന സ്ഥിതിയാണെന്നും ഒരു വർഷം 3600 കോടി രൂപയാണ് ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വകയിരുത്തിയിരിക്കുന്നത്. 3 മാസം കൂടുമ്പോൾ 900 കോടി വീതം നൽകേണ്ടിടത്ത് ആദ്യ 3 മാസത്തെ 1350 കോടി രൂപ പോലും സർക്കാർ നൽകിയിട്ടില്ല എന്നും ഫണ്ട് ഇല്ലാത്തതിനാൽ നിരവധി ജനക്ഷേമ പദ്ധതികൾ മുടങ്ങുന്നതായും ആശുപത്രികളുടെ നവീകരണം, കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ്, സാമൂഹ്യ ക്ഷേമ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം വൈകുന്നുണ്ടെന്നും പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. PK അഭിലാഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ TR രമേശ്, ജോബി ജോസ്, ശ്രീവിദ്യ രാജേഷ്, T ദിലീപ് കുമാർ, PR രജിത്, ജോയ് ആനിക്കാട്ട്, ബിന്നി വർഗീസ് എന്നിവരും സംസാരിച്ചു. ജനക്ഷേമ നടപടികളെല്ലാം നടക്കുന്നത് പ്രധാനമായിട്ടും പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴിയാണ്. ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ അവസാനത്തെ ബഡ്ജറ്റിൽ കണ്ട പണം, അതിനേക്കാൾ 2000 കോടി രൂപ കോൺഗ്രസിൻ്റെ മുന്നണി ഗവൺമെൻറ് ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പദ്ധതി വിഹിതത്തിലുള്ള ഈ വെട്ടിക്കുറവ് തീർച്ചയായിട്ടും ഈ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളടക്കം ഗുരുതരമായി ബാധിച്ച ഒരു അവസ്ഥയിലാണ് LDF UDFിൻ്റെ പദ്ധതി വെട്ടിക്കുറച്ച നയത്തിനെതിരായിട്ട് ഇതുപോലുള്ള പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഈ നാടിൻ്റെ സമഗ്ര വികസനം എന്നുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അടക്കം കണ്ട ഗ്രാമസ്വരാജ്, അത് 1957 സഖാവ് EMSന്റെ കാലം മുതൽ അധികാരം താഴെത്തട്ടിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഭരണപരിഷ്കാര നടപടികൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമാണ് ഇടതുപക്ഷ മുന്നണി ജില്ലാ കൗൺസിൽ 90-91 കാലത്ത് കൊണ്ടുവന്നത്. ആ ചിന്തയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 73-74 ഭേദഗതി അനുസരിച്ച് അധികാര വികേന്ദ്രീകരണം ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയത്. കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറിയ നഗരത്തിലെ പ്രധാന റോഡുകളിലൊന്നായ പോസ്റ്റ് ഓഫീസ് റോഡ്, ചെട്ടിയങ്ങാടി ഭാഗങ്ങളിൽ അനുഭവപ്പെട്ട വെള്ളക്കെട്ട് അശാസ്ത്രീയമായ കാന നിർമ്മാണം മൂലം വെള്ളം ഒഴുകിപ്പോകാൻ സാധിക്കാത്തതിനാൽ റോഡിലൂടെ ഒഴുകി താഴ്ന്ന ഭാഗങ്ങളിലുള്ള ബിസിനസ് സ്ഥാപനത്തിലേക്ക് വെള്ളം കയറുന്നതായി പരാതി. മണ്ണുത്തി സെന്ററിലും പള്ളി ജംഗ്ഷനിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ്. പ്രതിസന്ധിയുടെ വേളയിൽ ജനങ്ങൾക്കൊപ്പം
കാളത്തോട് 19-ാം ഡിവിഷനിൽ ബ്രദേഴ്സ് ലൈനിൽ വെള്ളം കയറിയ പ്രദേശത്തും വീടുകളിൽ തൃശൂർ MLA രാജൻ ജെ പല്ലൻ സന്ദർശിച്ചു. ദുരിതമനുഭവിക്കുന്ന ബൽക്കീസ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയും ആവശ്യമായ വീട്ടുസാധനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു. പീച്ചിയിലെ ഓണാഘോഷം പാണഞ്ചേരി പഞ്ചായത്തിൽ സംഘാടക സമിതി യോഗം ചേർന്നു. പാണഞ്ചേരി പഞ്ചായത്തും DMCയും സംയുക്തമായി 2026 ഓണാഘോഷം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യോഗം. ഈ വർഷം പീച്ചി ഓണാഘോഷം ഓഗസ്റ്റ് 22, 23, 24 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ MLA K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, DTPC സെക്രട്ടറി മനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോളി ജോർജ്, വിനോദ് തേനംപറമ്പിൽ, സീന വർഗീസ്, ആസൂത്രണ ഉപാധ്യക്ഷൻ KP എൽദോസ്, പഞ്ചായത്ത് അംഗം സാവിത്രി സദാനന്ദൻ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, PGSI, ഇറിഗേഷൻ, AXC, KFRI, ഫോറസ്റ്റ്, DMC പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, അധ്യാപകർ, കുടുംബശ്രീ പ്രതിനിധികൾ, PTA പ്രവർത്തകർ എന്നിവർ സംസാരിച്ചു. വളരെ വിപുലമായി ഓണാഘോഷം നടത്താനും കലാപരിപാടികളും ഘോഷയാത്രയും പൂക്കള മത്സരവും സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. നടത്തിപ്പിനായി MLA ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായും 501 അംഗങ്ങൾ ഉൾപ്പെടുന്ന കമ്മിറ്റിയും സംഘാടക കമ്മിറ്റികളും രൂപീകരിച്ചു. നമ്മുടെ ഒല്ലൂർ മണ്ഡലത്തിൽ ഒല്ലൂർ സമൃദ്ധിയുടെ ഭാഗമായിട്ടുള്ള ഓണാഘോഷങ്ങൾ 4 പഞ്ചായത്തിലും കോർപ്പറേഷനും വെച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി 23-ാം തീയതി വളരെ വിപുലമായിട്ടുള്ള ഒരു പൂക്കള മത്സരം നമ്മുടെ 4 പഞ്ചായത്തുകളിൽ 57 വാർഡുകളിലും കോർപ്പറേഷൻ്റെ കീഴിലുള്ള 15 ഡിവിഷനുകളിലുമായി 102 ഇടങ്ങളിൽ സംഘടിപ്പിക്കണം എന്നാണ് ഞങ്ങളെല്ലാവരും ചേർന്ന് നേരത്തെ ആലോചിച്ചത്. ഇന്ന് അതിൻ്റെ അവസാന നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. അതിൻ്റെ ഭാഗമായി ഓണാഘോഷങ്ങളുടെ പൂക്കള മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടുന്ന വാർഡിലെ പൂക്കളത്തിന് 15,000 രൂപയും 2ാം സമ്മാനം കിട്ടുന്ന പൂക്കളത്തിന് 10,000 രൂപയും 3ാം സമ്മാനം കിട്ടുന്ന പൂക്കളത്തിന് 5,000 രൂപയും മറ്റു പ്രോത്സാഹന സമ്മാനങ്ങൾക്കും ഒപ്പം 1ഉം 2ഉം സ്ഥാനങ്ങൾ മേടിച്ച വാർഡുകൾക്ക് MLA ഫണ്ടിൽ നിന്ന് 15ഉം 10 ലക്ഷം രൂപ വീതം അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള തുക ഉൾപ്പെടെ ചേർത്തുകൊണ്ട് വളരെ വിപുലമായിട്ടുള്ള ഒരു ഓണാഘോഷങ്ങളുടെ പൂക്കള മത്സരമാണ് ഇത്തവണ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. സ്കൂള് അടയ്ക്കുന്ന 21-ാം തീയതി നമ്മുടെ 42 സ്കൂളുകളിലും ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒല്ലൂർ സമൃദ്ധിയുടെ ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പൂക്കള മത്സരം സംഘടിപ്പിക്കണം എന്നാലോചിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടുള്ള 3 മത്സരങ്ങൾ തിരുവാതിരക്കളിയിലും വീരനാട്യത്തിലും വടംവലിയിലെ മത്സരം പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ചും, മാടക്കത്തറയിൽ തിരുവാതിരക്കളിയുടെയും നടത്തറയിൽ വീരനാട്യത്തിൻ്റെയും മത്സരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 15,000-ൻ്റെയും 10,000-ൻ്റെയും 5,000-ൻ്റെയും തുക സമ്മാനം കിട്ടുന്ന ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളുമായി നമ്മൾ ഇത്തവണ സംഘടിപ്പിക്കണം എന്നാലോചിച്ചിട്ടുണ്ട്. ശനിയാഴ്ച പെയ്ത മഴയിൽ മുക്കാട്ടുകര പള്ളിയിലെ പരിസരം, പള്ളിയുടെ പിൻവശം 11-ാം വാർഡ് 12-ാം വാർഡ് വീടുകളിലേക്ക് വെള്ളം കയറി. റോഡുകളിലും പറവട്ടാനി, കാളത്തോട്, മണ്ണുത്തി തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രസാദ് സന്ദർശനം നടത്തി. ചിറക്കാക്കോട് റോഡ് നെട്ടിശ്ശേരി ഡിവിഷൻ 12-ാം വാർഡ് പുത്തൂർ ഗുരുദേവ സ്കൂളിന് സമീപം വീടിന്റെ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണു. നഗരത്തിൽ മനോരമ ജംഗ്ഷൻ, അശ്വിനി ജംഗ്ഷൻ, ഒല്ലൂർ ചീരാച്ചി റോഡിലും അയ്യന്തോൾ പുല്ലഴി ഭാഗങ്ങളിലും വെള്ളം കയറി. വന്യമൃഗ ശല്യത്തിൽ പൊറുതിമുട്ടി കൊമ്പഴ നിവാസികൾ. കാട്ടാനയ്ക്ക് പുറമെ മാൻ, മലയെണ്ണാൻ, കാട്ടുപന്നി, കുരങ്ങ്, മയിൽ എന്നിവയുടെ ശല്യം മൂലം കൃഷി ചെയ്യാൻ നിർവാഹമില്ലാതെയാണ് കർഷകർ ഇരിക്കുന്നത്. പാണഞ്ചേരി പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും ഇതാണ് സ്ഥിതി. പതിറ്റാണ്ടുകളായി കൃഷി മാത്രം പ്രധാന ഉപജീവന മാർഗമായി സ്വീകരിച്ചിരിക്കുന്ന കൊമ്പഴ സ്വദേശി മുട്ടിക്കൽ സ്വാമിനാഥൻ തന്റെ പറമ്പിലെ ദുരവസ്ഥ വിവരിച്ചു. പറമ്പിൽ നല്ല കായിക ഫലം തരുന്ന മുഴുവൻ തെങ്ങുകളും മലയെണ്ണാൻ കണ്ണുകുത്തി കുടിക്കുകയും കൂട്ടത്തോടെ എത്തുന്ന കുരങ്ങ് വലിച്ചിടുകയും ചെയ്യുന്നതോടെ നാളികേര കൃഷി സ്വപ്നം മാത്രമായി മാറി.
സ്വന്തമായി 20 തെങ്ങുള്ള വീട്ടുകാരും കറിക്കരയ്ക്കാൻ നാളികേരം വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. മുളക് ഉൾപ്പെടെയുള്ള ചെടികളും പുതിയതായി എന്ത് വിത്ത് വിതച്ചാലും അത് തിന്നാനെത്തുന്ന മയിലുകൾ ഭീഷണിയാണ്. കിഴങ്ങുവർഗ്ഗങ്ങൾ തിന്നാനെത്തുന്ന പന്നികളുടെ ശല്യം മൂലം ഏറെക്കാലം മുൻപ് കൃഷി അവസാനിപ്പിച്ചവരാണ് പ്രദേശത്തെ കർഷകർ. കാടിറങ്ങി വരുന്ന കലമാൻ ശരീരത്തിലെ ചെള്ള് കളയാൻ വേണ്ടി മരങ്ങളിൽ ശരീരം ഉരയ്ക്കും. ഇതോടുകൂടി വലിയ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള അത്യുൽപാദന ശേഷിയുള്ള പല മരങ്ങളുടെയും തൊലികൾ പൊളിഞ്ഞ് ഇളകി ഉണങ്ങിപ്പോയി. പ്രദേശത്ത് രൂക്ഷമായുള്ള കാട്ടാന ശല്യത്തിന് പുറമെയാണ് ഇത്. മാൻ വൈകുന്നേരം വന്നിട്ട് ഇങ്ങോട്ട് ഒരു കൂട്ടായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വെച്ചിരിക്കുന്ന ചെടികൾ മുഴുവൻ ഇലകൾ തിന്നുപോയി. ചെമ്പരത്തി തെട്ടിത്തിട്ട് ഇല തൊട്ട് മാവിൻ്റെ ഇല വരെ, മാവ് പ്ലാവ് കംപ്ലീറ്റ് ഉൽപ്പന്നങ്ങൾ നടീൽ വസ്തുക്കൾ വെച്ചുള്ള എൻ്റെ കംപ്ലീറ്റ് ഇലകൾ തിന്നു. ഇത് കൂടാതെ ഭീകരമായ വേറെ അവസ്ഥയും കൂടി ഉണ്ട്. കലമാൻ വരും, കൊമ്പുള്ളത്. ഈ കൊമ്പുള്ള കലമാൻ വന്നിട്ട് ഇവൻ്റെ മേത്തൊരു മാൻചെല്ലുണ്ട്. ഈ ചെള്ള് കടി അസഹ്യമായിട്ട് വരുമ്പോൾ ഈ തെങ്ങിൻ്റെ അവിടെ വെച്ചിട്ട് ഉരയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ ആ തെങ്ങിൻ്റെ ഭാഗം ലേശം പാച്ച് ചെയ്ത പോലെയോ അതിലൊരു ചെള്ളുണ്ടാവും. ഈ ചെള്ള് നമ്മളെ അടിച്ചാൽ നമുക്ക് ചെള്ളുപനി വന്നിട്ട് അപ്പം മരിക്കും. ഹൈ ഭീകരാണത്. ഇങ്ങനെ ഒരു അവസ്ഥയും കൂടി ഉണ്ട്. ഇത് വാണി പറയുള്ളപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? പിന്നെ മാന്, പിന്നെ പാമ്പുകൾ പിന്നെ നമ്മുടെ കൂടെ പറപ്പാം. അത് പിന്നെ നമുക്ക് യാതൊരു പ്രശ്നമില്ല. ഈ തൃശ്ശൂർ ജില്ലയിൽ പിടിക്കുന്ന പാമ്പ് മുഴുവൻ കുതിരാങ്കാട്ടിലാണ് കൊണ്ടുവരുന്നത്. അത് പിന്നെ മരമ്പാമ്പായിട്ടും രാജവമ്പാലയൊക്കെ ആയിട്ട് അവരൊക്കെ നമ്മുടെ കൂടെ പറപ്പുകളായതുകൊണ്ട് അവർ നമ്മളെ കാണുമ്പോൾ പതുക്കെ മക്കളെ അങ്ങോട്ട് പൊക്കോളോട്ടെ, നമ്മളെ ഉപദ്രവിക്കണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അവരങ്ങോട്ട് ഒഴുകി പോകും. അതിനെ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പം ടോട്ടലി നല്ല സുഖവാസ കേന്ദ്രമാണ് ഈ കൊമ്പട മേഖല. പിന്നെ നമ്മളിങ്ങനെ അരഷ്ടിച്ച് കഷ്ടിച്ചൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു. കൃഷിയുള്ള കാരണം കൊണ്ട് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. ആർക്കും ഭൂമി സെയിലിന് വെച്ചാൽ ആരും ഒന്നും മേടിക്കുന്നില്ല. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ കരനെൽ കൃഷി വിളവെടുപ്പ് തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപിടിക ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിൽ നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഇല്ലം നിറ, തൃപ്പുത്തരി, ഗജപൂജ, ആനയൂട്ട് എന്നിവയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ കൃഷി ചെയ്ത കരനെൽ കൃഷിയുടെ വിളവെടുപ്പാണ് സംഘടിപ്പിച്ചത്. മതിക്കുന്ന് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, തൃക്കൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ ദീപ സജീഷ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്ദീപ് കണിയത്ത്, വാർഡ് മെമ്പർ സിന്ധുമോൾ രാജേഷ്, ക്ഷേത്രം ഭാരവാഹികളായ മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട്, ട്രഷറർ സത്യൻ മാസ്റ്റർ മംഗലത്ത്, ദിലീപ് മുളങ്ങാട്ടുക്കര, നീതു കുറുത്ത്, മതിക്കുന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ബൈജു നെല്ലിശ്ശേരി, തൃക്കൂർ കൃഷിഭവൻ ADC അംഗങ്ങൾ, കർഷകർ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഔഷധ സസ്യകൃഷി ധാരണാപത്രം കൈമാറലും സെമിനാറും മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ ഔഷധ സസ്യകൃഷിക്ക് നേതൃത്വം നൽകുന്ന മറ്റത്തൂർ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ആയുർവേദ ഔഷധ നിർമ്മാതാക്കളും തമ്മിലുള്ള ധാരണാപത്രം കൈമാറ്റവും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. ആയുഷ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന
സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് ഔഷധ സസ്യകൃഷി കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള പരിപോഷണ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. കർഷകർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കാൻ വേണ്ടി കർഷക സംഘങ്ങളും ആയുർവേദ ഔഷധ നിർമ്മാണ കമ്പനികളുമായുള്ള ധാരണാപത്രം കൈമാറ്റവും ബോർഡിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നു. MLA രാജൻ ജെ പല്ലൻ അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. കൌൺസിലർ പൂർണിമ സുരേഷ്, ഔഷധി മാനേജിംഗ് ഡയറക്ടർ PM ലതാകുമാരി, സീതാറാം ആയുർവേദ ഫാർമസി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ D രാമനാഥൻ, ഡോക്ടർ AV അനൂപ്, ഡോക്ടർ PTN വാസുദേവൻ മൂസ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ H മുഹസീന സ്വാഗതവും ഔഷധ സസ്യ ബോർഡ് സീനിയർ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ OL പയസ് നന്ദിയും അറിയിച്ചു. വടക്കാഞ്ചേരി മേൽപ്പാലത്തിൽ ടോറസ് ലോറി കയറിയിറങ്ങി യുവതിക്ക് ദാരുണ അന്ത്യം. പത്താങ്കല്ല് സ്വദേശിനി ഫാത്തിമ സുഹറയാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. ഭർത്താവിനൊപ്പം ഇരുചക്ര വാഹനത്തിൽ വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. മേൽപ്പാലത്തിന് മുകളിൽ വെച്ച് ഒരേ ദിശയിൽ വന്ന വാഹനങ്ങൾ തമ്മിൽ തട്ടി. അപകടത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ സുഹറയുടെ തലയിലൂടെ പിന്നാലെ എത്തിയ ടോറസ് ലോറി കയറിയിറങ്ങി. ഓട്ടോയിൽ ലോറിയും ടൂറിസ്റ്റ് ബസ്സും ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരനും ദാരുണ അന്ത്യം. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഒല്ലൂർ കമ്പനിപ്പടിക്ക് സമീപമായിരുന്നു അപകടം. ഓട്ടോ ഡ്രൈവർ കല്ലൂർ വെള്ളാനിക്കൂട് സ്വദേശി ചുങ്കൻ വീട്ടിൽ 35 വയസ്സുള്ള ദാനി, യാത്രക്കാരനായ ഒല്ലൂർ പടവരാട് സ്വദേശി എടക്കളത്തൂർ വീട്ടിൽ 45 വയസ്സുള്ള മെജോറിൻ എന്നിവർ മരിച്ചു. ശനിയാഴ്ച പുലർച്ചെ 4 മണിക്കായിരുന്നു അപകടം. ഓട്ടോയിൽ കുടുങ്ങിയവരെ അഗ്നിരക്ഷാസേന പുറത്തെത്തിച്ചു. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോ പൂർണ്ണമായും തകർന്നു. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഇല്ലം നിറ, ആനയൂട്ട് എന്നിവ നടന്നു. കർക്കിടക മാസത്തിൽ നടത്തിവരാറുള്ള ഇല്ലം നിറയും ആനയൂട്ടുമാണ് ഭക്തി നിർഭരമായി നടന്നത്. ക്ഷേത്ര ഗോപുരത്തിന് പുറത്ത് അരിമാവണിഞ്ഞ് നാക്കിരയിൽ വെച്ചിരുന്ന കതിർക്കറ്റകൾ മേൽശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കീഴ്ശാന്തിമാർ തലയിലേറ്റി ശംഖനാദത്തിന്റെയും കുത്തുവിളക്കിന്റെയും അകമ്പടിയോടെ ക്ഷേത്രം വലം വെച്ച് ശ്രീകോവിലിൽ കൊണ്ടുപോയി പൂജ ചെയ്തു. പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് വിതരണം ചെയ്തു. ഗജപൂജയും ആനയൂട്ടും നടന്നു. ഡോക്ടർ PS മോഹൻദാസ് ആനയ്ക്ക് ചോറുരുള നൽകി ഊട്ട് ഉദ്ഘാടനം ചെയ്തു. 4 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തർക്കും ഔഷധക്കഞ്ഞി വിതരണം നടന്നു. ഇല്ലനിറ ചടങ്ങുകൾക്കും ഗജപൂജയ്ക്കും മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ, കീഴ്ശാന്തി ഹരിഹര അയ്യർ, കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ കാർമ്മികരായി. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ, ക്ഷേത്രം ഊരാളൻ കേളത്ത് പാർവതി വലിയമ്മ, ഉപദേശക സമിതി പ്രസിഡന്റ് PR സുരേഷ് കുമാർ, സെക്രട്ടറി കൃഷ്ണകുമാർ കണ്ടേരി, അംഗങ്ങളായ C ജയേഷ് കുമാർ, മീന പുഷ്പരാജൻ, V സുരേഷ് കുമാർ, PG രവീന്ദ്രൻ, രാധാകൃഷ്ണൻ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവരും നേതൃത്വം നൽകി. സ്റ്റേറ്റ് മെഡലുകൾ നേടിയ നഥാൻ ജീവൻ പുത്തൂക്കരയെ അനുമോദിച്ചു. കേരള സ്റ്റേറ്റ് CBSE ക്ലസ്റ്റർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ-19 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 4x100 മീറ്റർ റിലേയിൽ സ്വർണവും 4x400 മീറ്റർ റിലേയിൽ വെള്ളിയും ജാവലിൻ ത്രോയിൽ വെള്ളിയും കരസ്ഥമാക്കി പഞ്ചാബിൽ നടക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടിയ മങ്കര പുത്തൂക്കര വീട്ടിൽ ജീവൻ മിൽക്കി ദമ്പതികളുടെ മകനും തൃശൂർ ദേവമാതാ സ്കൂളിലെ +2 വിദ്യാർത്ഥിയുമായ നഥാൻ ജീവൻ പുത്തൂക്കരയെ തെക്കുംകര CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭവനത്തിൽ ചെന്ന് ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ഉപഹാരം നൽകി അനുമോദിച്ചു. ഭാരവാഹികളായ കുട്ടൻ മച്ചാട്, K ചന്ദ്രശേഖരൻ, തോമസ് പുത്തൂർ, AR കൃഷ്ണൻകുട്ടി, EG ജോജു, വിനോദ് മാടവന, MT വറീദ്, AI സബീല, അശ്വിൻ തമ്പി, ഔസൈഫ് മങ്കര തുടങ്ങിയവരും പങ്കെടുത്തു. നമ്മുടെ നാട്ടിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരവസരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്തായ ജീവൻ്റെ മകന് സംസ്ഥാന തലത്തിൽ വലിയ ഒരു അംഗീകാരമാണ് ഈ രംഗത്ത് ലഭിച്ചിട്ടുള്ളത്. 100x400 മീറ്റർ റിലേയിൽ ഗോൾഡ് മെഡലും 4x400 മീറ്റർ റിലേയിൽ സിൽവർ മെഡലും ജാവലിൻ ത്രോയിൽ സിൽവർ മെഡലും നേടിയിട്ടാണ് നാഷണൽ മീറ്റിൽ പങ്കെടുക്കാനുള്ള അർഹത നേടിയിരിക്കുക. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്ന ആഹ്ലാദ ഉറപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു പയ്യൻ, ഒരു വിദ്യാർത്ഥി സംസ്ഥാന തലങ്ങളിലെ മത്സരങ്ങളിൽ ഉണ്ടുന്ന ജയം കരസ്ഥമാക്കിയ ശേഷം നാഷണൽ മീറ്റിൽ പങ്കെടുക്കാൻ അർഹത നേടുമ്പോൾ നമ്മുടെ നാട് സന്തോഷിക്കുകയാണ്. അതോടൊപ്പം
നമ്മുടെ സന്തോഷത്തിൽ ഈ നാടും ഈ നാട്ടിലെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ സന്തോഷിക്കുന്നത് പോലെ തന്നെ ഈ ട്രസ്റ്റും ട്രസ്റ്റ് ഭാരവാഹികളും ട്രസ്റ്റ് അംഗങ്ങളും അതിലേറെ സന്തോഷത്തിലാണെന്ന് നമ്മളെല്ലാവരും ഇന്ന് ഒത്തുകൂടുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. തീർച്ചയായിട്ടും ദേശീയ തലത്തിലുള്ള മത്സരങ്ങളിലും ഉന്നതമായ വിജയങ്ങൾ കൈവരിക്കാൻ നാദാൻ ജീവൻ പുത്തൂക്കരയ്ക്ക് സാധിക്കണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്, ഈ നാട് ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് സർവശക്തൻ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ചരിത്രപരമായ വിജയം കൈവരിച്ച നാദാൻ ജീവൻ പുത്തൂക്കരയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയും സഹകരണവും പ്രാർത്ഥനയും എന്നും നാദാനുണ്ടാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുകയാണ്. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകളിലേക്ക് വീണ്ടും. യാത്രക്കാരിയെ ലൈംഗിക അതിക്രമം നടത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിലായി. എടത്തിരുത്തി ചൂലൂര് സ്വദേശി അരിപ്പുറം വീട്ടിൽ പ്രസാദ് എന്ന് വിളിക്കുന്ന ഏജന്റ് നൌഫലിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസും തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ TR രാജേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും ചേർന്ന് പിടികൂടിയത്. ഡ്രൈവറായി പ്രതി സ്ത്രീയെ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ പ്രതി ഒളിവിൽ പോയി. 6 മാസം കഴിഞ്ഞ് നാട്ടിലെത്തിയ പ്രതിയെ സൈബർ സെല്ലിന്റെ സഹായത്താലും കൃത്യമായ നീക്കങ്ങളിലൂടെയുമാണ് അന്വേഷണ സംഘം പിടികൂടിയത്. കാപ്പ നിയമലംഘനം നടത്തിയ സഹോദരങ്ങളായ 2 പേർ പിടിയിലായി. വിയൂർ പൂക്കോട് ചിറയത്ത് വീട്ടിൽ സഹോദരങ്ങളായ ആൽബിൻ, അമൽ എന്നിവരെയാണ് വിയൂർ ഇൻസ്പെക്ടർ മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് കൃത്യമായി നൽകുന്നില്ലെന്ന് ആരോപിച്ച് LDF നടത്തറ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പീച്ചിയിൽ ഓണാഘോഷം. പാണഞ്ചേരി പഞ്ചായത്തിൽ സംഘാടക സമിതി യോഗം ചേർന്നു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഇല്ലം നിറ, ആനയൂട്ട് എന്നിവ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.